മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. മുസ്ലിം ലീഗ് ഒരു പച്ചവർഗീയ പാർട്ടിയാണ് എന്ന് പച്ചക്ക് രമേശ് ചെന്നിത്തല വിളിച്ചു പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് മലബാറിൽ 2-3 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച CK ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും. CK ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട്. വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം, ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള CK ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പ്രബലനായിട്ടുള്ള കോൺഗ്രസിന്റെ മുൻ നേതാവ് CK ഗോവിന്ദൻ നായരുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമില് കേരള ജനതയോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. CK ഗോവിന്ദൻ നായർ പണ്ട്, അതായത് അന്നത്തെ കാലത്ത് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, മലബാറിൽ 2-3 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അപകടമാണ്. പിന്നീടുള്ള കാലത്ത് അവർ വലിയ രീതിയിൽ സീറ്റ് വർദ്ധിപ്പിക്കും, അത് അപകടമാണ്. മാത്രമല്ല CK ഗോവിന്ദൻ നായർ ആ കാലത്ത് തന്നെ എടുത്തു പറയുന്നുണ്ട്, കോൺഗ്രസ് അതായത് വർഗീയ ശക്തികളുമായിട്ട് സാമുദായിക സംഘടനകളുമായിട്ട് ബന്ധം പുലർത്തുന്നതിന് ഒരു ലക്ഷ്മണരേഖ വേണം, കൃത്യമായിട്ട് ഒരു ലക്ഷ്മണരേഖ വേണം. വർഗീയ ശക്തികളുമായിട്ട് സാമുദായിക സംഘടനകളൊക്കെ ആയിട്ട് ബന്ധം പുലർത്തുന്നതിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അന്നത്തെ കോൺഗ്രസിന്റെ പ്രബല നേതാവായിട്ടുള്ള CK ഗോവിന്ദൻ നായർ വിളിച്ചു പറഞ്ഞു എന്ന് കൃത്യമായിട്ട് രമേശ് ചെന്നിത്തല എടുത്തു പറയാ. എന്നിട്ട് CK ഗോവിന്ദൻ നായർ അന്ന് പറഞ്ഞത് പിൻകാലത്ത് യാഥാർത്ഥ്യമായി മലബാറിൽ വലിയ രീതിയിൽ ഒരു സാമുദായിക സംഘടന, ഒരു വർഗീയ പാർട്ടി മലബാറിൽ വലിയ രീതിയിൽ സീറ്റ് വർദ്ധി. ഇന്ന് കേരളം എവിടെ എത്തി നിൽക്കുക? 22 സീറ്റിലേക്ക് ഒരു മതപാർട്ടി കേരളത്തിൽ വളർന്നതിന്റെ കണക്ക. പണ്ട് മുതലേ വിവരമുള്ള കോൺഗ്രസിന്റെ നേതാവ് CK ഗോവിന്ദൻ നായർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇത് കോൺഗ്രസ് അപകടമാണ് ചെയ്തത്. അതേറ്റുപിടിച്ച് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്തും എടുത്തു പറഞ്ഞിരുന്നു. രമേശ് ചെന്നിത്തല ഇത് പ്രസംഗിച്ചിട്ട് വലിയ അധിക കാലമൊന്നും ആയിട്ടില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്തായത് പ്രസംഗിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് ഒരു സാമുദായിക സംഘടനയാണ്, സാമുദായിക വർഗീയ പാർട്ടിയാണ് എന്ന് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിട്ടുണ്ട്. അകല ഇനി ഏതെങ്കിലും ഒരു ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവര് CK ഗോവിന്ദൻ നായർ എന്ന് തങ്കലിപികളാൽ എഴുതി വെച്ചിട്ട് അതെടുത്ത് പോക്കറ്റിലിട്ട് അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകണം. ഈ കാലത്ത് അങ്ങനെയുള്ളൊരു കോൺഗ്രസിന്റെ നേതാവേ ഇല്ല. രമേശ് ചെന്നിത്തല പോലും ഇന്നലകളിൽ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെയൊക്കെ നിലപാട് ചെന്നിത്തല തന്നെ എടുത്ത് ആറ്റിലെറിഞ്ഞിപ്പോ ലീഗിന്റെ കാൽക്കലേക്ക് വീണു എന്നുള്ളതൊക്കെ വലിയ യാഥാർത്ഥ്യവും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതുമല്ലേ. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ളത് കോൺഗ്രസിലുള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ അതിന് മതേതരത്വമൊക്കെ പറയുന്നത് എന്തിനാ? കേരളത്തിൽ അധികാരം കിട്ടണമെങ്കിൽ ലീഗ് കൂടിയേ പറ്റൂ എന്ന ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയത് കൊണ്ടാ കോൺഗ്രസ് ഉളുപ്പില്ലാതെ പറയുന്ന ലീഗിനെയും കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. CK ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് 2-3 സീറ്റ് മലബാറിൽ മുസ്ലിം ലീഗിന് കൊടുത്താൽ അപകടമാണ് എന്നാ വിളിച്ചു പറഞ്ഞത്. ഇന്നത് 22 സീറ്റ് ലീഗ് ജയിക്കുന്നതിലേക്ക്, ലീഗ് ഒറ്റക്ക് ജയിക്കുന്നതിലേക്ക് വളർന്നിരിക്കുന്നു. മൺമറഞ്ഞു പോയിട്ടുള്ള കോൺഗ്രസിന്റെ ആ തലയെടുപ്പുള്ള നേതാവ് എന്ന് തന്നെ പറയാനുള്ളത് ഏത് ലീഗാണെങ്കിലും
ആ കാലത്ത് തന്നെ പ്രഖ്യാപിച്ചല്ലോ, ഇതൊരു വർഗീയ പാർട്ടിയാണ് വളരുന്നത്, ഇത് നമ്മുടെ നാടിന് അപകടമാണ് വരുത്താൻ പോകുന്നത് എന്ന് ആ കാലത്ത് തന്നെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു എന്നുള്ളത് സകലരും തിരിച്ചറിയണോ? അപ്പൊ ഇന്ന് ലീഗിന്റെ വർഗീയതക്കങ്ങ് എരിവും പുളിവും കൂടി എന്നല്ലാതെ ഇന്ന് KM ഷാജിയെ പോലുള്ള ആളുകൾ മന്ത്രി പോലുക മതത്തിന് വേണ്ടി പോരാടും, മതത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി എന്തും പോരാട്ടം നടത്തുമെന്നൊക്കെ പ്രസംഗിച്ച് കേരളത്തിൽ ഉടനീളം വർഗീയത തുപ്പി നടക്കുന്ന ആളുകൾ ഇന്ന് മന്ത്രിയാ. കോൺഗ്രസിന്റെ അന്നത്തെ CK ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ആ പ്രബല കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമായിരിക്കുന്നു. 2026 എത്തുമ്പോ 22 MLA-മാർ. നാളെ ഇതും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ എന്തു സംഭവിക്കും? ഇതിനെതിരെ പ്രബുദ്ധ കേരളത്തിലെ പ്രബുദ്ധ ജനത ഉണരണം. മുസ്ലിം ലീഗ് എന്ത് മതേതരത്വം പറഞ്ഞാലും അവർ മതപാർട്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. അവർ പറയാനുള്ളത് അവർ ഓരോ പോക്കറ്റുകളിലും പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങൾ മതത്തിനാണ് എന്ന് പച്ചക്ക് പോപ്പുലർ ഫ്രണ്ടുകാരെ പോലെ മതം പറയുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരെ പോലെ മതം പറഞ്ഞു തന്നെയാ മുസ്ലിം ലീഗ് മുന്നോട്ട് വന്ന ഒരു പച്ച വർഗീയ പാർട്ടി. ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയാ ഈ പ്രസംഗിച്ചിട്ടുള്ളത് വർഗീയ പാർട്ടി. കോൺഗ്രസിൽ വിവരവും വിവേകവുമുള്ള മുൻകാല നേതാക്കന്മാരിൽ മിക്കവാറും ആളുകൾക്ക് ഇതൊക്കെ അറിയാം, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അധികാരം കിട്ടാൻ വേണ്ടി ഏത് വർഗീയ പാർട്ടിയെയും കോട്ടുപിടിച്ചിട്ടാണ് UDF ഇത്രത്തോളമുള്ള ഒരു വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളത് ഇത്തരം പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ സകലർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പണ്ട് 2-3 സീറ്റ് ചോദിച്ച ലീഗ് 22 സീറ്റിലേക്ക് വളർന്ന് കേരളത്തിന്റെ ഗതി നിർണയിക്കുന്നതിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം പച്ചവർഗീയത കേരളത്തിൽ വളർന്നു എന്ന അപകടത്തെ കുറിച്ച് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത്. കൃത്യമായിട്ട് CPM-ന്റെ ഒരു നേതാവ്, കണ്ണൂർ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എടുത്തു പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പച്ചവർഗീയ ന്യൂനപക്ഷ വർഗീയത അത് വലിയ രീതിയിൽ ആളിക്കത്തിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗും കൂടെ കൂട്ടുമുന്നണിയായിട്ട് എന്നുള്ളത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും BJP നേതാവ് പറയുമ്പോഴല്ലോ ഇവിടെ ആളുകൾക്ക് പ്രശ്നം. അകല മലയാളികളും വിവേകത്തോടു കൂടി തിരിച്ചറിയാ, കോൺഗ്രസിന്റെ മുൻകാലത്തെ നേതാവ് CK ഗോവിന്ദൻ നായർ പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട്, ലീഗിന് സീറ്റ് കൊടുക്കുന്നത് വരാനിരിക്കുന്ന അപകടമാണ്. ഇന്ന് 2-3 ആണെങ്കിൽ നാളെ അത് അധികരിക്കും. കോൺഗ്രസ് വർഗീയ ശക്തികളായിട്ട്, കോൺഗ്രസ് സമുദായ സംഘടനകളായിട്ട് ബന്ധം പുലർത്തുന്നതിനൊരു ലക്ഷ്മണ രേഖ വേണം. ഇന്ന് ആ ലക്ഷ്മണ രേഖ തീരുമാനിക്കുന്നത് ലീഗാണ് എന്നുള്ളതാ. ഈ കാലത്തൊക്കെ അദ്ദേഹമൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തല കുനിഞ്ഞ് നടക്കുകയായിരുന്നു. സകല മലയാളികളും തിരിച്ചറിയും, വിവരവും വിവേകവുമുള്ള സകല, ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദു മുസൽമാൻ എല്ലാവരും ഒരുമിച്ച് സമാധാനത്തിൽ സുന്ദരമായൊരു നാടാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ മതപാർട്ടിയെ പോലെ അത്തരം മതവർഗീയ പാർട്ടികൾ നമ്മുടെ പ്രബുദ്ധ കേരളം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ബോധമുള്ളൊരു മലയാളിയെ സംബന്ധിച്ച് അപമാനം തന്നെയാണ്. രാജ്യത്തെ ഏക മതപാർട്ടിയായി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ കേരളത്തിന്റെ അപമാനമാണ്. ഒരു മതപാർട്ടി കേരളം ഭരിക്കുക എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.